ഡിഫറൻസ് ഉണ്ട്. അതിൽ തന്നെ മനസ്സിലാവും സിനിമ നല്ലതായിരിക്കും. മമ്മൂക്ക ഇപ്പോൾ നല്ല പടങ്ങളാണ് ചെയ്യണം. മമ്മൂക്കയുടെ സ്റ്റൈലിലാണ് ആസിഫലി വന്നുകൊണ്ടിരിക്കുന്നത്. മമ്മൂക്ക ഒരു താരത്തെക്കാട് മികച്ച നടനാണ്. ഒരു സൂപ്പർ നടനായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആസിഫലി. പിന്നെ അനശ്വര നന്നായി ചെയ്തിട്ടുണ്ട്. അനശ്വര നാച്ചുറൽ ആക്ടിംഗ് ആണ് എല്ലാം പറയുന്നത്. പിന്നെ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേറ്റഡ് ഉള്ളത് കണ്ടപ്പോൾ യവനികയിലെ കൊണ്ട് തോന്നി. ഒരു 80കളിൽ ടച്ച് ഉണ്ട്, കേജ് ജോർജ് സ്റ്റൈലല്ല. പിന്നെ മനോജ് കെ ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് ഒരുപാട് ആർട്ടിസ്റ്റാണ് റോൾ കിട്ടി, നെഗറ്റീവ് ആണെങ്കിലും. എല്ലാം കൊണ്ട് നല്ലൊരു പടമാണ്. എല്ലാവരും തിയേറ്ററിൽ കാണും. മസ്റ്റ് വാച്ച് മൂവിയാണ്. ഇങ്ങനത്തെ പടത്തിന് വല്ലപ്പോഴും ഇങ്ങനത്തെ ക്ലാസ് പടം ഉണ്ടായിട്ട് കുറേ നാളായി. ഇത് ക്ലാസിക് പടം എന്ന് പറയാം. ഇത് ഫാമിലിക്ക് യൂസിന് എല്ലാം ഇഷ്ടപ്പെടും. കാരണം വയലൻസ് വൽഗേറ്റൊന്നുമില്ല. മസ്റ്റ് വാച്ച് മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ കാണും. ലാഗ് സംഭവത്തുമില്ല. ഒരു റിയലിസ്റ്റിക് നാച്ചുറൽ മൂവിയാണ്. ഒരു നിമിഷം പോലും ബോഡിക്കില്ല. എല്ലാം പഴയ കാലത്തുള്ള 80s നൊസ്റ്റാൾജിയ വന്നു. ഭരതൻ്റെ കാതോട് ആ പടം കാണിക്കുന്നതായിരുന്നു. എല്ലാം കൊണ്ട് നല്ലൊരു